നമസ്കാരം. പൊളി ടോക്സിലേക്ക് സ്വാഗതം. പൊളി ചേട്ടാ, നമസ്കാരം. നമ്മളിന്നലെ തൃശ്ശൂർ പോയേക്കുമായിരുന്നു. കാരണം തൃശ്ശൂരിൽ പുതിയ സ്ഥാനാർത്ഥി മാറി വരുന്നു. പുതിയ സ്ഥാനാർത്ഥിയല്ല, സ്ഥാനാർത്ഥി മാറി വരുന്നു. ഭയങ്കര ട്രെൻഡായി മാറിയിരിക്കുന്നു. പിന്നെ സുരേഷ് ഗോപി അണികളെ ചീത്ത വിളിക്കുന്നു. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഇന്നലെ തൃശ്ശൂരുണ്ടായി. തൃശ്ശൂരിൽ വേറൊരു പൂരം എന്നുള്ളതാണ്. അപ്പം സുനിൽകുമാർ വേറെ രീതിയിലുള്ള വലിയ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ഒരു പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെ കുറേ പരിപാടികളായിരുന്നില്ല തൃശ്ശൂരിൽ. യഥാർത്ഥത്തിൽ തൃശ്ശൂരിലെ ഈ സ്ഥാനാർത്ഥി മാറ്റം കോൺഗ്രസിന് വലിയ മേൽക്കൈ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിൻ്റെ അകത്ത് മേൽക്കൈ എന്നുള്ളതിലുപരി മത്സരം ഇപ്പോൾ നല്ല ടൈറ്റായി, ബലാബലമായി. അത് പക്ഷേ BJPക്ക് സാധ്യത കുറയ്ക്കുക ചെയ്യാം. BJPയുടെ 3-ാം സ്ഥാനം ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുരളിയുടെ വരവോടുകൂടി സംഭവിക്കുക. മറ്റേ നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. ആര് ജയിച്ചാലും ചിലപ്പോൾ സുരേഷ് ഗോപി 2-ാം സ്ഥാനത്ത് വരാനുള്ള സാധ്യത. പക്ഷേ മുരളി ഒരു യഥാർത്ഥ ഫൈറ്റർ ആയതുകൊണ്ട് ഏതാണ്ട് സുനിൽകുമാറും മുരളിയും തമ്മിലുള്ള ഫൈറ്റായി മാറും. സുരേഷ് ഗോപിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടായിട്ടും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത് മാത്രമല്ല, സുരേഷ് ഗോപിയുടെ പ്രശ്നം ഞാൻ എപ്പോഴും വിലയിരുത്തുള്ള, സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റീഷ്യൻ അല്ല. അദ്ദേഹം എങ്ങനെയൊക്കെയോ ആ പാർട്ടി, എനിക്കറിയാം, നയനാരുള്ള സമയത്ത് നയനാരുമായിട്ട് അടുപ്പായിരുന്നു, കേരളമായിട്ട് അടുപ്പമായിരുന്നു. കോൺഗ്രസിന്റെ സമ്മേളനങ്ങളൊക്കെ പങ്കെടുത്ത് എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്നതുണ്ട്. അപ്പോൾ പുള്ളിയുടെ പ്രശ്നം എന്നിട്ട് വളരെ യാദൃശ്ചികമായി സിനിമാക്കാരൻ എന്നുള്ള നിലയിൽ രാജ്യസഭയിലെത്തുന്നു. ആ രീതിയിലുള്ള വരവല്ലാതെ ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതും ആളുകളുമായിട്ട് എങ്ങനെ ബന്ധപ്പെടണം, ആളുകളോട് സംസാരിക്കേണ്ട രീതി, ഇതൊന്നും സുരേഷ് ഗോപിക്ക് അറിയില്ല. നല്ല ആത്മാർത്ഥതയും ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വേറൊരു സ്ഥലമാണ്. അതെവിടെയാണ് അതിൻ്റെയൊക്കെ ഒരു ലക്ഷണമാണ് ഇന്നലെ സുരേഷ് ഗോപി അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് ഞാൻ പോവുക എന്നൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അതാ പറഞ്ഞ അത്തരത്തിലൊരു ഒരു പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങി നിന്ന് പ്രചാരണം തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും പറയുന്നതല്ലല്ലോ ഒരു സ്ഥാനാർത്ഥിയുടെ മികവ് എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥി ഏത് തരം പ്രതിസന്ധിയെ അതിജീവിക്കുന്ന ആളാണല്ലോ. എന്നാലേ ഇലക്ഷനിൽ വോട്ട് കിട്ടൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതാണ് എൻ്റെ ഈ മുരളിയുടെ വരവോടുകൂടി സംഭവിച്ചതും സുരേഷ് ഗോപിയുടെ മൊത്തത്തിലുള്ള ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിലോ അത് സുരേഷ് ഗോപിയുടെ ജയിക്കാനുള്ള പ്രശ്നം അത് തന്നെയാണ്. രണ്ട് തെരഞ്ഞെടുപ്പിലും യഥാർത്ഥത്തിൽ പുള്ളിക്കുണ്ടായ പ്രശ്നം ഇതൊക്കെ തന്നെയായിരുന്നു. കാരണം കുറച്ച് ഈ ആൾക്കൂട്ടം എപ്പോഴും ടൗൺ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന ആൾക്കൂട്ടം കണ്ടിട്ട് ഭ്രമിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ ടൗണിലുള്ള ആളുകൾ ഒരു കൗതുകത്തിന് കാണാൻ വേണ്ടി വരുന്നത്, കാരണം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ എന്നുള്ള. അതെ. പക്ഷേ അത് വോട്ടായി മാറണമെന്നില്ല. അപ്പം അത് മാത്രമല്ല, ഇപ്പം പുള്ളി ഇപ്പം വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ മോദി 2 തവണ വന്നു. മോദി അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വന്നു. അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കല്യാണം നടന്നത്. ഗുരുവായൂരിൽ വന്നു മോദി. അതൊക്കെ കരുതിയിട്ട് പുള്ളി കരുതുന്നതെന്ന് പറഞ്ഞാൽ ഇനി ജനങ്ങൾ മൊത്തം ഭക്തിമാർഗത്തിലായി എന്നും അതെല്ലാം വോട്ടായി മാറുമെന്നും. ഞാൻ വലിയ മെനക്കേണ്ട കാര്യം ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഈ സ്വർണ്ണ സത്യത്തിൽ അയാൾക്ക് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ്. കാരണം അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടി ഇപ്പോഴും പുള്ളി തയ്യാറായിട്ടില്ല. ഇനി 10 ലക്ഷത്തിന്റെ ഇനി കൊടുക്കുന്നു. അപ്പം ജയിച്ചു കഴിഞ്ഞാൽ കൊടുക്കും എന്നാ പറയുന്നത്. അപ്പൊ ജയിക്കുന്നതിന് മുന്നിൽ അഡ്വാൻസ് കൊടുത്തു, ജയിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. ഇതൊരു സിനിമ രീതിയാണ് എന്ന് പറഞ്ഞാൽ സിനിമയിലൊക്കെ അങ്ങനെയുള്ള ഇതൊരു തരം കൈക്കൂലിയാണല്ലോ. അതെ, സിനിമയിൽ അങ്ങനെ രീതിയുണ്ട്. അതായത് മുഖ്യ താരത്തിന് ഒരു പ്രതിഫലം നിശ്ചയിക്കുന്നു. പിന്നീട് ഔട്ട്റൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. പുറത്ത് ഒക്കെ സിനിമ കാണിക്കുന്ന സമയത്ത് അതിലുണ്ടായ ലാഭത്തിന്റെ 50% അല്ലെങ്കിൽ 25% എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ സിനിമ ഇത്ര ഗ്രോസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇത്ര % എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് പുള്ളി ഇവിടെയും പ്രാക്ടിക്കലാക്കി നോക്കാറ്. കാരണം പുള്ളിക്ക് അറിയാവുന്ന ഏരിയ അതാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ വേറെ തരം പോരാളികളാണെന്ന് രാഷ്ട്രീയത്തിൽ ചില എന്താ പറയേണ്ട ഈ ആളുകളൊക്കെ ആയിട്ടുള്ള ഒരു കാപട്യമാണെങ്കിൽ പോലും കുറച്ചും കൂടി ആളുകളെടുത്ത് സ്നേഹപ്രകടനം കാണിക്കുക, എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുക, ക്ഷുഭിതനാവാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളൊക്കെ വേണം. അതാണ് പ്രശ്നം. അപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ ഒന്ന് ജയിച്ച് കയറാൻ പറ്റിയ ഒരു അത്തരത്തിലുള്ളൊരു ഈ പറഞ്ഞ പോലെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വന്നിട്ട് അത്തരത്തിലുണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്. ആ ഓളങ്ങൾ വോട്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇന്നലെ കണ്ട ഓളം ശരിക്ക് തൃശ്ശൂരിൽ വലിയ ഓളമാണ് കണ്ടത്. മുരളീധരൻ ഇന്നലെ രാവിലെ തൃശ്ശൂരിൽ വന്നിറങ്ങുന്നു.
കോഴിക്കോട്ട് നിന്നും ട്രെയിൻ മാർഗം വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അദ്ദേഹത്തിന് അവിടെ നിന്ന് ആനയിച്ച് വലിയ രീതിയിലുള്ള റോഡ് ഷോ നടത്തി. വലിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വടകര ചെന്നപ്പോൾ ഇതേ അതന്നെ ആ ഓളം പിന്നീട് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ നിർത്താനായി, അത് നല്ല വോട്ടായി മാറുകയൊക്കെ ചെയ്തു. അല്ല, മുരളി ആ രീതിയിലൊരു തെരഞ്ഞെടുപ്പിന്റെ ഫൈറ്ററാണ്. പക്ഷെ അതേ സമയത്ത് നമുക്കറിയാം മുരളി തൃശ്ശൂർ തോറ്റിട്ടുണ്ട്, വടക്കാഞ്ചേരിയിൽ തോറ്റിട്ടുണ്ട്, കോഴിക്കോട് തോറ്റിട്ടുണ്ട്. അപ്പൊ അതൊക്കെ സംഭവിച്ചിട്ടുള്ള ആള് തന്നെയാണ്. പക്ഷെ മുരളിയുടെ ഒരു നല്ല ഫൈറ്ററാണ്. അതേപോലെ തന്നെയാണ് ഇപ്പുറത്തുള്ള സുനിൽകുമാർ നല്ല സ്ഥാനാർത്ഥിയാണ്, നല്ലൊരു ഫൈറ്ററാണ്. ചരിത്രം വെച്ച് നോക്കും, സുനിൽകുമാർ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. പ്രതാപനും തോറ്റിട്ടുണ്ടായിരുന്നില്ല. പ്രധാനം പല സ്ഥലങ്ങളിൽ ജയിച്ചു പോയ ആളാണ്, ഒരു സ്ഥലത്തും തോറ്റില്ല. ഒരിക്കലും ഷുവർട്ടി ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി നിന്ന് പ്രതാപൻ ജയിച്ചിട്ടുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ പ്രതാപനും സുനിൽകുമാറും തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും തോൽക്കാത്ത രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിലൊരു മത്സരം എന്നുള്ള രീതിയിൽ അത് പോകുമായിരുന്നു. പക്ഷെ മാറി എന്ന് പറഞ്ഞാൽ വേറൊരു തമാശ എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തൃശ്ശൂരിൽ ഈ മാറ്റം പ്രകടമായി എന്നില്ല. അതെ, അത് സ്ഥാനാർത്ഥി മുരളി ആയതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രത്യേകത വരുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കോൺഗ്രസിൽ ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ട് ഒരു മുറുമുറുപ്പും കൂടാതെ പ്രതാപൻ അങ്ങ് മാറിക്കൊടുക്കുന്ന. സാധാരണ നിലയിലാണെങ്കിൽ കോൺഗ്രസിൽ വലിയ മുറുമുറുപ്പ് ഉണ്ടാവുകയും, ഇപ്പൊ നോക്കൂ കണ്ണൂരിലൊക്കെ പിന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വരുമെന്ന് പ്രതീക്ഷ ആളുകളൊക്കെ പിന്നീട് ഒരു ക്ഷമയില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെയൊന്നും അത്തരത്തിൽ പ്രശ്നം ഉണ്ടായില്ല. ഇതേപോലത്തുള്ള ഓളം പിന്നെ നമ്മൾ കണ്ടത് ഇവിടെയാണ്, ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ KC-ന്റെ വരവും അതുപോലെ വലിയ രീതിയിൽ അവിടെ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം യഥാർത്ഥത്തിൽ ഷാനിമോൾ ഉസ്മാൻ വരുന്ന സമയത്ത് അവിടെയുള്ള കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നത് KC മത്സരിക്കുന്നതാണ്. പക്ഷെ KC അത്തവണ മത്സരിച്ചില്ല. KC മത്സരിച്ചിരുന്നു എങ്കിൽ ആലപ്പുഴയിലും സീറ്റ് കിട്ടുകയും LDF സംപൂജിതരാവുകയും ചെയ്യുമായിരുന്നില്ലാണ് സത്യം. പക്ഷെ അതുണ്ടായില്ല. പക്ഷെ എങ്കിൽ പോലും ഈ തൃശ്ശൂരിലുള്ള ഒരു മത്സരത്തിന്റെ ഒരു സ്വഭാവം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, അല്ല ഫൈറ്റ് സുനിൽകുമാറും മുരളിയും തമ്മിലായി എന്നുള്ളത് വലിയ കാര്യമാണ്. അതിലിനി ആര് എന്നുള്ള ചോദ്യത്തിൽ അതിലിപ്പോ ആര് വന്നാലും കുഴപ്പമില്ല. കാരണം എന്താ പറയുക, ഈ ഇന്ത്യ മുന്നണി ത്രികോണ മത്സരം എന്നുള്ള ഒരു അവസ്ഥ മാറി. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ഇത്ര പേരെ നമ്മള് പറഞ്ഞത്. ത്രികോണ മത്സരം എന്ന് മാത്രമല്ല, 6 മാസം മുന്നേ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നു. അവിടെ പലപ്പോഴായിട്ട് പല വലിയ നേതാക്കന്മാർ വരുന്നു, മോദി 2 തവണ വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് വലിയ തരത്തിലുള്ള ആശങ്കയുണ്ടായി. ഇപ്പം LDF-നും ആശങ്കയുണ്ടായി എന്നുള്ളതാണ് സത്യം, UDF-നും ആശങ്കയുണ്ടായി എന്നാണ് സത്യം. അല്ല, അതൊന്നും കേരളത്തിൽ ചെലവാകാത്ത കാര്യങ്ങളാണ്. ചെലവാകാത്ത കാര്യങ്ങളാണ്. പക്ഷേ BJP-ന്റെ ദേശീയ നേതൃത്വം കരുതിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ സുരേഷ് ഗോപിന്റെ സെലിബ്രൽ സ്റ്റാറ്റസും ഒപ്പം ഈ മോദിയുടെ ഗ്യാരണ്ടിയും കൂടി ആകുമ്പോൾ തൃശ്ശൂരിക്ക് പോരും എന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ തൃശ്ശൂർ സ്വയം എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി ഇറങ്ങി പുറപ്പെട്ടു, നടന്നില്ല. 2 തവണ ട്രൈ ചെയ്തു. ഒന്ന് പാർലമെന്റ് ട്രൈ ചെയ്തു, പിന്നെ തൃശ്ശൂർ പിന്നെ നിയമസഭാ മണ്ഡലം ഗ്യാരണ്ടി കൊടുത്ത് നടക്കുമ്പോഴത്തേക്കും സുരേഷ് ഗോപി കൊടുത്ത സ്വർണ്ണക്കിരീടം ഒരു ഗ്യാരണ്ടി അവിടെയാണ് വിഷയം എന്ന് പറയുന്നത്. ഒരു ഗ്യാരണ്ടി ഇപ്പൊ 916 ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഇറങ്ങിയാണ്. ഇത് മൊത്തം ചെമ്പാണെന്ന് കണ്ടപ്പോ ചെമ്പ് പുറത്തായി, ചെമ്പ് തെളിഞ്ഞു. അത് വലിയ പ്രശ്നം തന്നെയാണ്. അല്ല, അത്തരത്തിലൊരു മാറ്റം തൃശ്ശൂർ മുരളിയുടെ വരവോട് ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെയോടുകൂടി വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അതായത് പത്മജ ഈ BJP-യിൽ വന്നപ്പോൾ തൃശ്ശൂരിൽ വലിയ രീതിയിൽ BJP-ക്ക് നേട്ടം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പത്മജയെ അല്ലെങ്കിൽ ലീഡറെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾ അല്ലെങ്കിൽ ലീഡർ അനുയായികൾ എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ പത്മജയിലൂടെ BJP-യിൽ എത്തുന്നൊക്കെ വിചാരിച്ചു. ഒറ്റ ദിവസം കൊണ്ട് അതിന്റെ സമാപ്തിയായി. അത് വെറുതെ അത് അങ്ങനെ വിശ്വസിച്ചവര് എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ കുറെ പേര് പത്മജയിലൂടെ പോരും. ഇത് സുരേഷ് ഗോപി അല്ല, ഇത് ദേശീയ നേതൃത്വം. ഇത് അതേപോലെ വേറെ ആരും അത് വിശ്വസിക്കില്ല. അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്? പത്മജ അനുയായികളുള്ള ആളൊന്നും അല്ല നീ. അല്ല, അത് നമുക്കറിയാം. പക്ഷേ BJP നേതൃത്വത്തിന് അറിയില്ലല്ലോ. ഈ സുരേഷ് ഗോപിക്ക് അറിയില്ലെന്ന്. സുരേഷ് ഗോപിക്ക് വേറൊരു സംഭവം, ഈ പത്മജന്റെ കുടുംബം അല്ലെ കരുണാകരന്റെ കുടുംബമായിട്ട് ദീർഘകാലമായിട്ട് അടുത്ത ബന്ധമുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനോടുകൂടി ആ ബന്ധത്തിന് കുറച്ച് വിള്ളൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ എതിരാളി ഇപ്പം സ്വന്തം പാളയത്തിലാണ് വരുന്നത്. അപ്പൊ പുള്ളി വിചാരിച്ചെന്ന് പറഞ്ഞാൽ പത്മജയ്ക്ക് എന്തായാലും കുറെ വോട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അവിടെ, ഈ വോട്ടും കൂടി ഇങ്ങോട്ടേക്കും അറിയും എന്നാണ് അവർ കരുതിയിരുന്നത്. ഈ അങ്ങനെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് സുരേഷ് ഗോപി. തെറ്റിദ്ധരിച്ചു. പക്ഷെ സുരേഷ് ഗോപി തെറ്റിദ്ധരിക്കുമ്പോഴും അവിടെയുള്ള, അതായത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഉണ്ട് BJP-ക്ക്. BJP-യുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ അതിലെ പ്രവർത്തകരോ ഒന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവർക്ക് ഗ്രൗണ്ട് റിയാലിറ്റി നന്നായിട്ട് അറിയാം. പത്മജ കോൺഗ്രസിൽ നിന്ന് പോയി BJP-ക്ക് അനുകൂലമായതുകൊണ്ട് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാർ കുറച്ചുകൂടെ ശക്തമായി. അല്ല, അങ്ങനെ ഇന്നലെ കണ്ടതാണ്. ഭയങ്കര ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന, ഇതുവരെ ഉണ്ടായിരുന്ന ചില പടലപ്പിണക്കങ്ങളും
അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളും പരാതികളും ഒക്കെ തൃശ്ശൂർ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ മുരളിയുടെ വരവ് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാക്കിയ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഒരുപാട് നല്ല നേതാക്കളുള്ള ഒരു ജില്ലയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു ശക്തനായ നേതാവ്. അപ്പൊ മുരളിയുടെ വരവ് അത്തരത്തിലും കൂടെ കോൺഗ്രസിന് ഒരു ഊർജ്ജം പകരുന്നതാണ്. സി എൻ ബാലകൃഷ്ണൻ ആയിരുന്നു അവിടെ കോൺഗ്രസിന്റെ ഒരു നേതാവ്. അദ്ദേഹം ഇല്ലാതെ കെ പി വിശ്വനാഥൻ നിരവധി പേരവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ സജീവ രാഷ്ട്രീയത്തിൽ അത്ര നമ്മൾ ഇന്നലെ പോയി ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പം ഇതൊക്കെ അത്തരത്തിലുള്ള ഒരു മൊമെന്റം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മുരളിയുടെ വരവ്. അപ്പൊ എന്റെ പൂർണ്ണമായ വിശ്വാസം ത്രികോണ മത്സരത്തിൽ നിന്ന് അത് സാധാരണ രണ്ട് മുന്നണികളും തമ്മിലുള്ള ശക്തമായ മത്സരത്തിലേക്ക് മാറി. ഇതില് വേറെ അതിന് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം. ഇതില് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ 2 ദിവസം മുന്നെയാണ് ഇ പി ജയരാജൻ LDF കൺവീനർ ഇ പി ജയരാജൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. കേരളത്തില് യഥാർത്ഥത്തിൽ നടക്കുന്നത് പിന്നെ LDF-ഉം NDA-യും തമ്മിലാണ്. അതായത് BJP-യും CPM-ഉം തമ്മിലുള്ള മത്സരങ്ങളാണ് പലയിടങ്ങളിലും നടക്കുന്നത്. അതിന് ഇന്നലെ തീരുമാനം ഉണ്ടായിരുന്നു. അതല്ല എന്നുള്ളത് ജയരാജൻ പറഞ്ഞത് യാതൊരു കഴമ്പുമില്ല, യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു മത്സരമല്ല എവിടെയും നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം രാജീവ് ചന്ദ്രശേഖരും അദ്ദേഹവും പി ജയരാജൻ പറയുമ്പോൾ നമ്മളത് തമാശയാണോ കാര്യമാണോ ഒന്നും ആലോചിക്കാൻ പറ്റും. ഒന്നും മനസ്സിലാവില്ല. അത് ശരിക്കും ഇദ്ദേഹം എന്താ ലക്ഷ്യമിടുന്നത്. അദ്ദേഹം പലപ്പോഴും പല പ്രസ്താവനകൾ നടത്തുന്നത് ചില ആളുകളെ ആക്രമിക്കാൻ കൂടിയാണ്. അതുകൊണ്ട് തൃശ്ശൂരിലെ സംബന്ധിച്ച് നല്ല ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. എന്തായാലും കട്ടക്കട്ടക്കുന്ന 2 സ്ഥാനാർത്ഥികൾ എന്തും സംഭവിക്കാതെ. സുനിൽകുമാർ മുരളീധരനും അത് എന്തും സംഭവിക്കാം.